എല്ലാവർക്കും നമസ്കാരം. മായസ്റ്റാറിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Strength, 10 of Swords, 5 of Cups, Page of Swords, Queen of Cups, 10 of Pentacles. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ട്രെങ്ത് കാർഡാണ്. അതോടൊപ്പം തന്നെ പേജ് ഓഫ് സോഡ്സ് എനർജി. നിങ്ങളുടെ എനർജി ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ പലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു അപകർഷതാബോധം നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കഴിവിൽ തീരെ വിശ്വാസം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഇതിനെ നിങ്ങൾ വിചാരിച്ചാൽ മറികടക്കാനാവും. പലപ്പോഴായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എനിക്കിത് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ കഴിവിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ മനക്കരുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിവില്ല, ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ ഒരു പകുതി വരെയെങ്കിലും, ഈ ഒരു മാസം പകുതി വരെയെങ്കിലും ഒരു സ്വയം വിശ്വാസമില്ലായ്മ അതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു മാസം പകുതിയാകുമ്പോഴത്തേക്കും പതുക്കെ ആ ഒരു എനർജി മാറി തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്വയം വിശ്വാസമില്ലായ്മ, മനക്കരുത്തില്ലായ്മ ഇതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. 10 of Swords energy and Page of Swords energy and 10 of Swords energy ആണ്. അപ്പോൾ നിങ്ങളെ പലരെയും സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ജാതകവശാൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ പല ദുരിതങ്ങളുടെയും കാലഘട്ടം അവസാനിച്ച് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. 10 of Swords energy ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് എനർജി, പേജ് ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു പുതിയ തുടക്കം നിങ്ങളെ പല തലത്തിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജോലി ചെയ്യാത്ത വീട്ടമ്മമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നവരും വീട്ടമ്മമാരാവുമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് എങ്കിൽ. അപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയിരിക്കുക എന്ന വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന് വീട്ടിൽ നോക്കുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫേസ് തന്നെ മാറുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇതുവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തൊരു കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് ചോദിക്കണം എന്നുള്ളൊരവസ്ഥ, സ്വന്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. അപ്പോൾ സ്വന്തം കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലുള്ളവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 of Pentacles energy and Queen of Cups energy and 10 of Pentacles energy ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്വന്തം കയ്യിൽ ഒരു 10 രൂപ എടുക്കാനില്ല എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു ജനുവരി ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ഫേസ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഒരു പുതിയ ജീവിതമാണ് തുടങ്ങുന്നത്. പുതിയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശ് സമ്പാദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പലർക്കും പിന്നെ നമ്മൾ പലരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താതിരുന്നിട്ട് ഒന്നും എൻ്റെ അടുത്തേക്ക് ആരും കൊണ്ടേ തന്നില്ല, എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നില്ല എന്ന് പറയുകയാണ് എങ്കിൽ അതിനൊരർത്ഥമില്ല. നമ്മൾക്ക് സാഹചര്യം ഒത്തുവരുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മളുടെ വഴിക്ക് വരും. ആ സാഹചര്യം നല്ലതല്ലാത്ത സമയത്ത് എത്ര ശ്രമിച്ചാലും അതിലേക്ക് എത്തില്ല. അപ്പോൾ സാഹചര്യം നന്നായിരിക്കുമ്പോൾ
നമ്മൾ അത് ആ സമയത്ത് അത് പ്രയോജനപ്പെടുത്തുക. അതായത് ഇപ്പോൾ നല്ല സമയമാണ്, ഏകദേശം ഒരു ജനുവരി പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയം, ആക്ഷൻ എടുക്കേണ്ടുന്ന സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം 5 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില ആളുകൾക്കും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ചില ആളുകൾക്ക് പെരുമാറാൻ അറിയുന്നുണ്ടാവില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങൾ പെട്ടെന്ന് സങ്കടം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ചിട്ടല്ല, വിചാരങ്ങൾക്ക്, ചിന്തകൾക്കനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഹൃദയം കൊണ്ടല്ല, തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതിനർത്ഥം ഹൃദയമില്ലാത്തവരാവുക എന്നുള്ളതുമല്ല. കാരണം ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ആ ഒരു മമത, സ്നേഹം, കാരുണ്യം ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് കാണിക്കേണ്ടടുത്ത് കാണിക്കേണ്ടവർക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി കാര്യങ്ങളോട് കൂടിയിട്ട് സങ്കടത്തിൽ നിൽക്കാതിരിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടകരമായിട്ടുള്ള സാഹചര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പ്രിയപ്പെട്ട ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ അടുത്ത് തന്നെ എപ്പോഴും നിങ്ങൾക്ക് എന്തിനും ഏതിനും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തി മറ്റിടത്തേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്ന, ഇമിഗ്രേറ്റ് ചെയ്ത് പോയതായിരിക്കാം. എന്ത് തന്നെയായാലും അത് നിങ്ങൾക്കൊരു വലിയൊരു സങ്കടമാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ല. പലരും ജീവിതത്തിൽ വന്നു പോകും. ജീവിതം ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ജീവിതം ഒരു ട്രെയിൻ യാത്ര പോലെയാണ്. അപ്പോൾ അവിടെ പലരും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന പലരും പല സ്റ്റോപ്പിൽ ഇറങ്ങും, പുതിയ ആളുകൾ കയറും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇവിടെ കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക. ചില സൗഹൃദങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ ചില ഫ്രണ്ട്ഷിപ്പൊക്കെ അറ്റുപോകുന്നതായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് അവിടെ വരെ ഉള്ളൂ. അതിൻ്റെ പുറകെ വീണ്ടും തൂങ്ങിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് റീകൺസിലേഷൻ ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാവാം, അതിന് സാധ്യതയില്ല എന്നുള്ളത് പറയുന്നു. 10 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അതോടൊപ്പം തന്നെ 10 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 10 ഓഫ് സോർട്സ് എനർജി ഉണ്ട്. അപ്പോൾ ദുരിതം, നെഗറ്റീവ്, അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അകന്നു പോവുകയാണ്. എന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്ന. സാമ്പത്തികമായിട്ട് ധനലാഭവും സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബ അന്തരീക്ഷം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു മാസത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതകൾ കൂടി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലിക്ക് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. പുതിയ കരിയറിലേക്ക് പോകുന്നു, പുതിയ ബിസിനസ്സിലേക്ക് പോകാം. അങ്ങനെ പല സാഹചര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ഫ്രഷ് ന്യൂ ബർത്ത്, പുതിയൊരു തുടക്കമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ലൈഫിൽ നിങ്ങളുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ കരിയറിൽ മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ധനലാഭം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനത്തോടടുക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ്. ചില ആളുകൾക്ക് ലോട്ടറി ആവാം. കാരണം അത്ര നല്ലൊരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളിലേക്ക് ഇതുവരെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കുറച്ച് അധികം എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് പൈസ എങ്കിൽ അത് ഈ ഒരു മാസമോ ഈ വരുന്ന 3 മാസത്തിൽ ഉപയോഗിക്കാതിരിക്കുക. തൽക്കാലം അത് ബാങ്കിൽ ഇടുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. കാരണം ഇപ്പോൾ നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ആഹ്ലാദം കൊണ്ടിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്തായാലും ആ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് അറിയിക്കാതിരിക്കുകയും നിങ്ങളത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പ്രൊമോഷന് സാധ്യതയുള്ള സമയമാണ്. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും സാധ്യതയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ചിലവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് അതായത് സ്വന്തമായിട്ട് ധനലാഭം നോക്കി ചെറിയ ജോലിയോ മറ്റെന്തെങ്കിലോ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങൾ വലിയ രീതിയിലേക്ക് പോകാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഈ ഒരു മാസം പകുതിക്ക് ശേഷം തുടങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.